قال الملأ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين. അദ്ദേഹത്തിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു, ശുഐബേ, നിന്നെയും നിന്നോടൊപ്പമുള്ള വിശ്വാസികളെയും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, ഉറപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചുവരിക തന്നെ വേണം. അദ്ദേഹം ചോദിച്ചു, ഞങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിലും ഖദ് ഇഫ്തറൈനാ അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫീ മില്ലതികും ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുനാ وسع ربنا كل شيء علما على الله توكلنا ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. അല്ലാഹു ഞങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരായിത്തീരും. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരാനാവില്ല, ഞങ്ങളുടെ നാഥനായ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. ഞങ്ങളുടെ നാഥനായ അല്ലാഹു സകല സംഗതികളെ സംബന്ധിച്ചും വിപുലമായ അറിവുള്ളവനാണ്. അല്ലാഹുവിലാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. നാഥ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനത്തിനുമിടയിൽ നീ ന്യായമായ തീരുമാനമെടുക്കണമേ. തീരുമാനമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണല്ലോ. وقال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم إذا لخاسرون. അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, നിങ്ങൾ ശുഐബിനെ പിൻപറ്റിയാൽ ഉറപ്പായും നിങ്ങൾ നഷ്ടം പറ്റിയവരായിത്തീരും. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. അപ്പോൾ ഘോരമായ പ്രകമ്പനം അവരെ പിടികൂടി. അങ്ങനെ പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ ജീവനറ്റ് കമിഴ്ന്നു വീണു കിടക്കുന്നവരായിത്തീർന്നു. الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين. ശുഐബിനെ തള്ളിപ്പറഞ്ഞവരുടെ അവസ്ഥ അവരവിടെ പാർത്തിട്ട് പോലുമില്ലാത്ത വിധം ആയിത്തീർന്നു. ശുഐബിനെ തള്ളിപ്പറഞ്ഞവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين. ശുഐബ് അവരെ വിട്ടുപോയി. അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, ഞാൻ എന്റെ നാഥന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്കെത്തിച്ചു തന്നു, നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തി. അതിനാൽ സത്യനിഷേധികളായ ജനത്തിന്റെ പേരിൽ എനിക്കെങ്ങനെ ഖേദമുണ്ടാകും? وما أرسلنا في قرية من نبي إلا أخذنا أهلها بالبأساء والضراء لعلهم يضرعون. നാം പ്രവാചകനെ നിയോഗിച്ച ഒരു നാട്ടിലെയും നിവാസികളെ പ്രയാസവും പ്രതിസന്ധിയും കൊണ്ട് പിടികൂടാതിരുന്നിട്ടില്ല. അവർ വിനീതരാവാൻ വേണ്ടിയാണത്. ثم بدلنا مكان السيئة الحسنة حتى عفوا
وقالوا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون. പിന്നീട് നാം അവരുടെ ദുസ്ഥിതി സുസ്ഥിതിയാക്കി മാറ്റി, അവർ അഭിവൃദ്ധിപ്പെടുവോളം. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവപിതാക്കൾക്കും ദുരിതവും സന്തോഷവുമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നാം അവരെ പിടികൂടി. അവർക്ക് അതേക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. അന്നാട്ടുകാർ വിശ്വസിക്കുകയും ഭക്തരാവുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. എന്നാൽ അവർ നിഷേധിച്ചു തള്ളുകയാണുണ്ടായത്. അതിനാൽ അവർ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടി. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. എന്നാൽ അന്നാട്ടുകാർ രാത്രിയിൽ അവർ ഉറക്കിലായിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി നിർഭയരായിപ്പോയോ? أَوَأَمِنَ أَهْلُ الْقُرَىٰ أَن يَأْتِيَهُم بَأْسُنَا ضُحًى وَهُمْ يَلْعَبُونَ. അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പകൽവേളയിൽ വിനോദവൃത്തികളിലായിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി നിർഭയരായിരിക്കെയാണോ? أَفَأَمِنُوا مَكْرَ اللَّهِ فَلَا يَأْمَنُ مَكْرَ اللَّهِ إِلَّا الْقَوْمُ الْخَاسِرُونَ. അങ്ങനെ അവർ അല്ലാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി തന്നെ നിർഭയരായിരിക്കെയാണോ? എന്നാൽ അറിയുക, നശിച്ച ജനമല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരാവുകയില്ല. أَوَلَمْ يَهْدِ لِلَّذِينَ يَرِثُونَ الْأَرْضَ مِنْ بَعْدِ أَهْلِهَا أَنْ لَوْ نَشَاءُ أَصَبْنَاهُمْ بِذُنُوبِهِمْ وَنَطْبَعُ عَلَى قُلُوبِهِمْ فَهُمْ لَا يَسْمَعُونَ. ഭൂമിയിൽ പൂർവവാസികളുടെ അനന്തരാവകാശികളായി വന്നവർ മനസ്സിലാക്കുന്നില്ലയോ? നാം ഇച്ഛിക്കുന്നുവെങ്കിൽ അവരെയും തങ്ങളുടെ പാപങ്ങളുടെ പേരിൽ നമ്മുടെ ശിക്ഷ ബാധിക്കുമെന്ന് നാം അവരുടെ മനസ്സുകൾ അടച്ചുപൂട്ടി മുദ്രവെക്കും. അതോടെ അവരൊന്നും കേട്ടു മനസ്സിലാക്കാത്തവരായിത്തീരും. തിൽകൽ ഖുറാന ഖുസ്സു അലൈക മിൻ അൻബാഇഹാ وَلَقَدْ جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ فَمَا كَانُوا لِيُؤْمِنُوا بِمَا كَذَّبُوا مِن قَبْلُ كَذَلِكَ يَطْبَعُ اللَّهُ عَلَى قُلُوبِ الْكَافِرِينَ. ആ നാടുകളെ സംബന്ധിച്ച ചില വിവരങ്ങൾ നാം നിനക്ക് പറഞ്ഞു തരികയാണ്. അവരിലേക്കുള്ള ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു വന്നു. എന്നിട്ടും അവർ നേരത്തെ നിഷേധിച്ചു തള്ളിയതിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇவ்விധം നാം സത്യനിഷേധികളുടെ മനസ്സുകൾക്ക് മുദ്രവെക്കും. وَمَا وَجَدْنَا لِأَكْثَرِهِم مِّنْ عَهْدٍ وَإِن وَجَدْنَا أَكْثَرَهُمْ لَفَاسِقِينَ. അവരിലേറെപ്പേരെയും കരാർ പാലിക്കുന്നവരായി നാം കണ്ടില്ല. അവരിലേറെപ്പേരെയും അധർമ്മികളായാണ് നാം കണ്ടത്.
ثم بعثنا من بعدهم موسى بآياتنا إلى فرعون وملئه فظلموا بها فانظر كيف كان عاقبة المفسدين. പിന്നീട് അവരുടെയൊക്കെ ശേഷം മൂസായെ നാം നമ്മുടെ തെളിവുകളുമായി ഫിർഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് അയച്ചു. അവരും നമ്മുടെ തെളിവുകളോട് അനീതി ചെയ്തു. നോക്കൂ, ആ നാശകാരികളുടെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന്. وقال موسى يا فرعون إني رسول من رب العالمين. മൂസ പറഞ്ഞു, ഫിർഔൻ, ഉറപ്പായും ഞാൻ പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ദൂതനാണ്. حقيق على ألا أقول على الله إلا الحق قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل. അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാത്തതൊന്നും പറയാതിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവുമായാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതിനാൽ ഇസ്രായേൽ മക്കളെ എന്നോടൊപ്പം അയക്കുക. قال إن كنت جئت بآية فأت بها إن كنت من الصادقين. ഫിർഔൻ പറഞ്ഞു, നീ തെളിവുമായാണ് വന്നതെങ്കിൽ അതിങ്ങ് കൊണ്ടുവാ, നീ സത്യവാനെങ്കിൽ. فألقى عصاه فإذا هي ثعبان مبين. അപ്പോൾ മൂസ തന്റെ വടി നിലത്തിട്ടു. ഉടനെ അത് പൂർണാർത്ഥത്തിൽ ഒരു പാമ്പായി മാറി. ونزع يده فإذا هي بيضاء للناظرين. അദ്ദേഹം തന്റെ കൈ പുറത്തെടുത്തു. അപ്പോഴത് കാണുന്നവർക്കൊക്കെ വെളുത്തു തിളങ്ങുന്നതായി തീർന്നു. قال الملأ من قوم فرعون إن هذا لساحر عليم. ഫിർഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, സംശയമില്ല, ഇവനൊരു പഠിച്ച മായാജാലക്കാരൻ തന്നെ. يريد أن يخرجكم من أرضكم فماذا تأمرون. നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ നിങ്ങൾക്കെന്താണ് നിർദ്ദേശിക്കാനുള്ളത്? قالوا أرجه وأخاه وأرسل في المدائن حاشرين. അവർ പറഞ്ഞു, ഇവനും ഇവന്റെ സഹോദരനും ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് വിളിച്ചു കൂട്ടുവാൻ കഴിയുന്നവരെയെല്ലാം നഗരങ്ങളിലേക്ക് അയക്കുക. يأتوك بكل ساحر عليم. അവർ വിദഗ്ധമായ ജാലക്കാരെയൊക്കെ അങ്ങയുടെ സന്നിധിയിൽ കൊണ്ടുവരട്ടെ. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. ജാലവിദ്യക്കാർ ഫിർഔന്റെ അടുത്തു വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മികച്ച പ്രതിഫലമുണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. قال نعم وإنكم لمن المقربين. ഫിർഔൻ പറഞ്ഞു, അതെ, ഉറപ്പായും, അതോടൊപ്പം നിങ്ങൾ നമ്മുടെ സ്വന്തക്കാരായി മാറുകയും ചെയ്യും. قالوا يا موسى إما أن تلقي وإما أن نكون نحن الملقين. മായാജാലക്കാർ പറഞ്ഞു, മൂസ, ഒന്നുകിൽ നീ ആദ്യം വടിയെറിയുക, അല്ലെങ്കിൽ ഞങ്ങളെറിയാം. قال ألقوا
فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. മൂസ പറഞ്ഞു, നിങ്ങൾ തന്നെ എറിഞ്ഞുകൊള്ളുക. അവർ വടിയെറിഞ്ഞു. അവർ ആളുകളുടെ കണ്ണുകളെ മാരണം ചെയ്യുകയും അവരിൽ ഭീതിയുണർത്തുകയും ചെയ്തു. ഗംഭീരമായ മായാജാലമാണ് അവർ കാണിച്ചത്. وأوحينا إلى موسى أن ألق عصاك فإذا هي تلقف ما يأفكون. മൂസായോട് നാം നിർദ്ദേശിച്ചു, നീ നിന്റെ വടിയെറിയുക. അതൊരു പാമ്പായി അവരുടെ മായാജാലത്തെ മുഴുവൻ വിഴുങ്ങാൻ തുടങ്ങി. فوقع الحق وبطل ما كانوا يعملون. അങ്ങനെ സത്യം സ്ഥാപിതമായി അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പാഴാവുകയും ചെയ്തു. فغلبوا هنالك وانقلبوا صاغرين. അவ்വിധം അവിടെ വച്ചവർ പരാജിതരായി നന്നേ നിന്ദ്യരായി തീരുകയും ചെയ്തു. وألقي السحرة ساجدين. അതോടെ ആ മായാജാലക്കാർ സുജൂദ് ചെയ്തു വീണു. قالوا آمنا برب العالمين. അവർ പറഞ്ഞു, ഞങ്ങളിതാ പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു. رب موسى وهارون. മൂസായുടെയും ഹാറൂന്റെയും നാഥനിൽ. قال فرعون آمنتم به قبل أن آذن لكم إن هذا لمكر مكرتموه في المدينة لتخرجوا منها أهلها فسوف تعلمون. ഫിർഔൻ പറഞ്ഞു, ഞാൻ അനുവാദം തരും മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയോ? സംശയമില്ല, ഇതൊരു കൊടും വഞ്ചന തന്നെ. ഈ നാട്ടുകാരെ ഇവിടെ നിന്ന് പുറത്താക്കാനായി നിങ്ങൾ ഇവിടെ വെച്ച് നടത്തിയ ഗൂഢതന്ത്രമാണിത്. അതിനാൽ ഇതിന്റെ തിക്തഫലം നിങ്ങളിതാ അറിയാൻ പോകുന്നു. لأقطعن أيديكم وأرجلكم من خلاف ثم لأصلبنكم أجمعين. ഞാൻ നിങ്ങളുടെ കൈകാലുകൾ ഒന്നിനൊന്ന് വിപരീതമായി വെട്ടിമുറിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ കുരിശിലേറ്റും, തീർച്ച. قالوا إنا إلى ربنا منقلبون. അവർ പറഞ്ഞു, ഉറപ്പായും ഞങ്ങളുടെ നാഥങ്കലേക്കാണ് ഞങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ളത്. وما تنقم منا إلا أن آمنا بآيات ربنا لما جاءتنا ربنا أفرغ علينا صبرا وتوفنا مسلمين. ഞങ്ങളുടെ നാഥന്റെ തെളിവുകൾ ഞങ്ങൾക്ക് വന്നെത്തിയപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. അതിന്റെ പേരിൽ മാത്രമാണല്ലോ താങ്കൾ പ്രതികാരത്തിനൊരുങ്ങുന്നത്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ക്ഷമ നൽകണമേ. ഞങ്ങളെ നീ മുസ്ലിങ്ങളായി മരിപ്പിക്കണമേ. وقال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال سنقتل أبناءهم ونستحيي نساءهم وإنا فوقهم قاهرون. ഫിർഔന്റെ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനും അങ്ങയെയും അങ്ങയുടെ ദൈവങ്ങളെയും തള്ളിപ്പറയാനും അങ്ങ് മൂസായെയും അവന്റെ ആൾക്കാരെയും
സ്വതന്ത്രമായി വിടുകയാണോ? ഫിർഔൻ പറഞ്ഞു, നാം അവരുടെ ആൺകുട്ടികളെ കൊന്നൊടുക്കും, സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിടും. തീർച്ചയായും നാം അവരുടെ മേൽ മേധാവിത്വമുള്ളവരായിരിക്കും. قال موسى لقومه استعينوا بالله واصبروا إن الأرض لله يورثها من يشاء من عباده والعاقبة للمتقين. മൂസ തന്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുക, എല്ലാം ക്ഷമിക്കുക. ഭൂമി അല്ലാഹുവിന്റേതാണ്. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ അവൻ അതിന്റെ അവകാശികളാക്കും. അന്തിമ വിജയം ഭക്തന്മാർക്കാണ്. قالوا أوذينا من قبل أن تأتينا ومن بعد ما جئتنا قال عسى ربكم أن يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ അടുത്തു വരുന്നതിന് മുമ്പ് ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. താങ്കൾ വന്ന ശേഷവും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണല്ലോ. മൂസ പറഞ്ഞു, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ എതിരാളിയെ നശിപ്പിച്ചേക്കാം. അങ്ങനെ നിങ്ങളെ അവൻ ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവൻ നോക്കും. وَلَقَدْ أَخَذْنَا آلَ فِرْعَوْنَ بِالسِّنِينَ وَنَقْصٍ مِّنَ الثَّمَرَاتِ لَعَلَّهُمْ يَذَّكَّرُونَ. ഫിർഔന്റെ ആൾക്കാരെ കൊല്ലങ്ങളോളം നാം ക്ഷാമത്തിലും വിളക്കമ്മിയിലും അകപ്പെടുത്തി. അവർ ബോധവാന്മാരാകുമോ എന്ന് നോക്കാൻ. فَإِذَا جَاءَتْهُمُ الْحَسَنَةُ قَالُوا لَنَا هَذِهِ وَإِن تُصِبْهُمْ سَيِّئَةٌ يَطَّيَّرُوا بِمُوسَى وَمَن مَّعَهُ أَلَا إِنَّمَا طَائِرُهُمْ عِندَ اللَّهِ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. അങ്ങനെ വല്ല നന്മയും വന്നാൽ അവർ പറയും, ഇത് നാം അർഹിക്കുന്നതു തന്നെ. വല്ല വിപത്തും ബാധിച്ചാൽ അതിനെ മൂസായുടെയും കൂടെയുള്ളവരുടെയും ദുശകുനമായി കാണുകയും ചെയ്യും. അറിയുക, അവരുടെ ശകുനം അല്ലാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. പക്ഷേ അവരിലേറെ പേരും അറിയുന്നില്ല. وَقَالُوا مَهْمَا تَأْتِنَا بِهِ مِنْ آيَةٍ لِتَسْحَرَنَا بِهَا فَمَا نَحْنُ لَكَ بِمُؤْمِنِينَ. അവർ പറഞ്ഞു, ഞങ്ങളെ മായാജാലത്തിൽ അകപ്പെടുത്താനായി എന്ത് വിദ്യ കൊണ്ടുവന്നാലും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. അപ്പോൾ നാം അവരുടെ നേരെ വെള്ളപ്പൊക്കം, വെട്ടുകിളി, കീടങ്ങൾ, തവളകൾ, രക്തം എന്നീ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അയച്ചു. എന്നിട്ടും അവർ അഹങ്കരിക്കുകയാണുണ്ടായത്. കുറ്റവാളികളായ ജനമായിരുന്നു അവർ. وَلَمَّا وَقَعَ عَلَيْهِمُ الرِّجْزُ قَالُوا يَا مُوسَى ادْعُ لَنَا رَبَّكَ بِمَا عَهِدَ عِندَكَ لئن كشفت عنا الرجز لنؤمنن لك ولنرسلن معك بني إسرائيل. അവർക്ക് വിപത്ത് വന്നു ഭവിച്ചപ്പോൾ അവർ പറഞ്ഞു, മൂസ, നിന്റെ നാഥൻ നിനക്ക് നൽകിയ ഉറപ്പനുസരിച്ച് നീ ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഈ വിപത്തുകൾ നീക്കിത്തന്നാൽ ഉറപ്പായും ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കും.
നിന്റെ കൂടെ ഇസ്രായേൽ മക്കളെ അയക്കുകയും ചെയ്യും. فلما كشفنا عنهم الرجز إلى أجل هم بالغوه إذا هم ينكثون. എന്നാൽ അവരെത്തേണ്ട നിശ്ചിത അവധി വരെ നാം അവരിൽ നിന്ന് എല്ലാ വിപത്തുകളും ഒഴിവാക്കി. അപ്പോൾ അവരെല്ലാം ആ വാക്ക് ലംഘിക്കുകയാണുണ്ടായത്. فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا وكانوا عنها غافلين. അതിനാൽ നാം അവരോട് പ്രതികാരം ചെയ്തു. നാം അവരെ കടലിൽ മുക്കിക്കൊന്നു. അവർ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുകയും അവയെ അപ്പാടെ അവഗണിക്കുകയും ചെയ്തതിനാലാണിത്. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. മർദ്ദിച്ചൊതുക്കപ്പെട്ടിരുന്ന ആ ജനതയെ നാം അനുഗ്രഹിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളുടെ അവകാശികളാക്കി. അങ്ങനെ ഇസ്രായേൽ മക്കളോടുള്ള നിന്റെ നാഥന്റെ ശുഭവാഗ്ദാനം പൂർത്തിയായി. അവർ ക്ഷമ പാലിച്ചതിനാലാണിത്. ഫിർഔനും അവന്റെ ജനതയും നിർമ്മിച്ചുകൊണ്ടിരുന്നതും കെട്ടിപ്പൊക്കിയിരുന്നതുമായ എല്ലാം നാം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. ഇസ്രായേൽ മക്കളെ നാം കടൽ കടത്തിക്കൊടുത്തു. അവർ വിഗ്രഹപൂജകരായ ഒരു ജനതയുടെ അടുത്തെത്തി. അവർ പറഞ്ഞു, മൂസ, ഇവർക്ക് ഒരുപാട് ദൈവങ്ങളുള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും ഉണ്ടാക്കിത്തരിക. മൂസ പറഞ്ഞു, നിങ്ങൾ ഒരു വിവരം കെട്ട ജനം തന്നെ. إن هؤلاء متبر ما هم فيه وباطل ما كانوا يعملون. ഇക്കൂട്ടർ അവലംബങ്ങളാക്കിയവയെല്ലാം നശിക്കാനുള്ളതാണ്. അവർ ചെയ്തു പോരുന്നതോ നിഷ്ഫലവും. قال أغير الله أبغيكم إلها وهو فضلكم على العالمين. മൂസ പറഞ്ഞു, അല്ലാഹു അല്ലാത്ത വേറെ ദൈവത്തെ ഞാൻ നിങ്ങൾക്കായി തേടുകയോ? ലോകരിൽ ആരെക്കാളും നിങ്ങളെ ശ്രേഷ്ഠരാക്കിയത് അവനായിരിക്കെ. وإذ أنجيناكم من آل فرعون يسومونكم سوء العذاب يقتلون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷിച്ചതോർക്കുക. അവർ നിങ്ങളെ പീഡനങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ആൺകുട്ടികളെ അവർ അറുകൊല നടത്തി. സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിട്ടു. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള കടുത്ത പരീക്ഷണമുണ്ടായിരുന്നു.
وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസാക്ക് നാം 30 രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു. പിന്നീട് 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കി. അങ്ങനെ തന്റെ നാഥൻ നിശ്ചയിച്ച 40 നാൾ തികഞ്ഞു. മൂസ തന്റെ സഹോദരൻ ഹാറൂനോട് പറഞ്ഞു, എനിക്ക് പിറകെ നീ എന്റെ ജനത്തിന് എന്റെ പ്രതിനിധിയാവണം. നല്ല നിലയിൽ വർത്തിക്കണം. കുഴപ്പക്കാരുടെ വഴിയെ പോകരുത്. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക قال لن تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. നാം നിശ്ചയിച്ച സമയത്ത് മൂസ വന്നു. തന്റെ നാഥൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ മൂസ പറഞ്ഞു, എന്റെ നാഥ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഞാൻ നിന്നെയൊന്ന് നോക്കിക്കാണട്ടെ. അല്ലാഹു പറഞ്ഞു, നിനക്ക് എന്നെ കാണാനാവില്ല. എന്നാലും നീ ആ മലയിലേക്ക് നോക്കുക. അത് സ്വസ്ഥാനത്ത് ഉറച്ചു നിന്നാൽ നീ എന്നെ കാണും. അങ്ങനെ അദ്ദേഹത്തിന്റെ നാഥൻ പർവ്വതത്തിന് പ്രത്യക്ഷമായപ്പോൾ അവൻ അതിനെ പൊടിയാക്കി. മൂസ ബോധം കെട്ടു വീഴുകയും ചെയ്തു. പിന്നീട് ബോധമുണർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ! ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഞാൻ സത്യവിശ്വാസികളിൽ ഒന്നാമനാകുന്നു. ഖാല യാ മൂസാ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ് ശാകിരീൻ. അല്ലാഹു പറഞ്ഞു, മൂസ, ഞാൻ എന്റെ സന്ദേശങ്ങളാലും സംഭാഷണങ്ങളാലും മറ്റെല്ലാ മനുഷ്യരെക്കാളും പ്രാധാന്യം നൽകി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ ഞാൻ നിനക്ക് തന്നതൊക്കെ മുറുകെ പിടിക്കുക, നന്ദിയുള്ളവനായി തീരുകയും ചെയ്യുക. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. സകല സംഗതികളെയും സംബന്ധിച്ച സതുപദേശങ്ങളും എല്ലാ കാര്യങ്ങളുടെയും വിശദാംശങ്ങളും നാം മൂസാക്ക് ഫലകങ്ങളിൽ രേഖപ്പെടുത്തിക്കൊടുത്തു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, അവയെ മുറുകെ പിടിക്കുക. അവയിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക. അധർമ്മകാരികളുടെ താമസസ്ഥലം വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചു നടക്കുന്നവരെ
ഞാൻ എന്റെ വചനങ്ങളിൽ നിന്ന് തെറ്റിച്ചു കളയും. എന്തു തെളിവ് കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല. നേർവഴി കണ്ടാലും അവർ ആ മാർഗം സ്വീകരിക്കുകയില്ല. ദുർമാർഗം കണ്ടാലോ അവർ ആ പാത പിന്തുടരുകയും ചെയ്യും. നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും അവയെ അപ്പാടെ അവഗണിക്കുകയും ചെയ്തതിനാലാണിത്. വല്ലദീന കദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറതി ഹബിതത് അഅ്മാലുഹും ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅ്മലൂൻ. നമ്മുടെ വചനങ്ങളെയും പരലോകത്തെ അഭിമുഖീകരിക്കുമെന്നതിനെയും തള്ളിപ്പറയുന്നവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പാഴായിരിക്കുന്നു. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമല്ലാതെ അവർക്ക് കിട്ടുമോ? വത്തഖദ ഖൗമു മൂസാ മിൻ ബഅദിഹി മിൻ ഹുലിഹിം അജ്ലൻ ജസദൻ ലഹു ഖുവാർ അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീലാ ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ. മൂസ പോയ ശേഷം അദ്ദേഹത്തിന്റെ ജനത തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് മുക്രയിടുന്ന ഒരു പശുക്കിടാവിന്റെ രൂപമുണ്ടാക്കി. അത് അവരോട് സംസാരിക്കുന്നില്ലെന്നും അതവരെ നേർവഴിയിൽ നയിക്കുന്നില്ലെന്നും അവർ മനസ്സിലാക്കുന്നില്ലേ? എന്നിട്ടും അവരതിനെ ദൈവമാക്കി. അവർ കടുത്ത അക്രമികൾ തന്നെ. ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين. പിന്നീട് അവർക്ക് കുറ്റവിചാരമുണ്ടാവുകയും തങ്ങൾ പിഴച്ചുപോയതായി അവർ കണ്ടറിയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥൻ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. മൂസ കുപിതനും ദുഃഖിതനുമായി തന്റെ ജനതയിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പിറകെ എന്റെ പ്രതിനിധികളായി നിങ്ങൾ ചെയ്തതെല്ലാം വളരെ ചീത്ത തന്നെ. നിങ്ങളുടെ നാഥന്റെ വിധി വരാൻ കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാണിച്ചു. അദ്ദേഹം ഫലകം നിലത്തെറിഞ്ഞു. സഹോദരന്റെ തല തന്റെ നേരെ പിടിച്ചു വലിച്ചു. സഹോദരൻ പറഞ്ഞു, എന്റെ മാതാവിന്റെ മകനെ, ഈ ജനം എന്നെ കഴിവുകെട്ടവനായി കണ്ടു. അവരെന്നെ കൊല്ലുമെന്നേടത്തോളം എത്തി. അതിനാൽ എതിരാളികൾക്ക് എന്നെ നോക്കിച്ചിരിക്കാൻ ഇടവരുത്താതിരിക്കുക. അക്രമികളായ ജനത്തിന്റെ കൂട്ടത്തിൽ എന്നെ പെടുത്താതിരിക്കുക. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. മൂസ പറഞ്ഞു, എന്റെ നാഥ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരേണമേ. ഞങ്ങളെ നീ നിന്റെ അനുഗ്രഹത്തിന് അർഹരാക്കണമേ. നീ പരമകാരുണികനല്ലോ. الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين. പശുക്കിടാവിനെ ദൈവമാക്കിയവരെ
അവരുടെ നാഥന്റെ കോപം ബാധിക്കുക തന്നെ ചെയ്യും. ഐഹിക ജീവിതത്തിൽ അവർക്ക് നിന്ദ്യതയാണുണ്ടാവുക. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർക്ക് നാം ഇவ்விധമാണ് പ്രതിഫലം നൽകുക. വല്ലദീന അമിലുസ്സയ്യിആതി സുമ്മ താബൂ മിൻ ബഅദിഹാ വആമനൂ ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. ദുർവൃത്തികൾ ചെയ്ത ശേഷം പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തവരോട് നിന്റെ നാഥൻ ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. وَلَمَّا سَكَتَ عَن مُوسَى الْغَضَبُ أَخَذَ الْأَلْوَاحَ وَفِي نُسْخَتِهَا هُدًى وَرَحْمَةٌ لِّلَّذِينَ هُمْ لِرَبِّهِمْ يَرْهَبُونَ. മൂസായുടെ കോപം ശമിച്ചപ്പോൾ അദ്ദേഹം ആ ഫലകങ്ങൾ എടുത്തു. തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവർക്ക് ആ രേഖാഫലകത്തിൽ മാർഗദർശനവും അനുഗ്രഹവുമാണുണ്ടായിരുന്നത്. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. നാം നിശ്ചയിച്ച സമയത്ത് തന്റെ കൂടെ ഹാജരാകാൻ മൂസ അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് 70 പേരെ തിരഞ്ഞെടുത്തു. പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കുന്ന പ്രകമ്പനം അവരെ പിടികൂടി. അപ്പോൾ മൂസ പറഞ്ഞു, എന്റെ നാഥ, നീ ഇച്ഛിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു. ഞങ്ങളിലെ ഏതാനും വിഡ്ഢികൾ പ്രവർത്തിച്ച പാപത്തിന്റെ പേരിൽ നീ ഞങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണോ? നിന്റെ ഒരു പരീക്ഷണമല്ലാതൊന്നുമല്ലിത്. അതുവഴി നീ ഇച്ഛിച്ചവരെ നീ വഴികേടിലാക്കുന്നു, നീ ഇച്ഛിച്ചവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. പൊറുക്കുന്നവരിൽ അത്യുത്തമൻ നീയാണല്ലോ. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. ഞങ്ങൾക്ക് നീ ഈ ലോകത്തും പരലോകത്തും നന്മ വിധിക്കണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു. അല്ലാഹു അറിയിച്ചു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ ബാധിക്കും. എന്നാൽ എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു. സൂക്ഷ്മത പാലിക്കുകയും സകാത്ത് നൽകുകയും നമ്മുടെ പ്രമാണങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നാം അത് രേഖപ്പെടുത്തുന്നു. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر
المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. തങ്ങളുടെ വശമുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ, അവർ ആ ദൈവദൂതനെ പിൻപറ്റുന്നവരാണ്. അവരോട് അദ്ദേഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നു. ഉത്തമ വസ്തുക്കൾ അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കിവെക്കുന്നു. അവരെ കുരുക്കിയിട്ട വിലങ്ങുകൾ അഴിച്ചുമാറ്റുന്നു. അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അദ്ദേഹത്തിന് അവതീർണമായ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവരാണ് വിജയം വരിച്ചവർ. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. പറയുക, മനുഷ്യരെ, ഞാൻ നിങ്ങളെല്ലാവരിലേക്കുമുള്ള ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹുവിന്റെ ദൂതനാണ്. അവനല്ലാതെ ദൈവമില്ല. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവന്റെ ദൂതനിലും അഥവാ നിരക്ഷരനായ പ്രവാചകനിൽ. അദ്ദേഹം അല്ലാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുക, നിങ്ങൾ നേർവഴിയിലായേക്കാം. ومن قوم موسى أمة يهدون بالحق وبه يعدلون. മൂസായുടെ ജനതയിൽ തന്നെ സത്യമനുസരിച്ച് നേർവഴി കാട്ടുകയും അതിനനുസരിച്ച് നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമുദായമുണ്ട്. وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി വിഭജിച്ചു. മൂസായോട് അദ്ദേഹത്തിന്റെ ജനത കുടിവെള്ളം ചോദിച്ചു. അപ്പോൾ നാം അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു, നീ നിന്റെ വടികൊണ്ട് പാറക്കല്ലിൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊഴുകി. ഓരോ വിഭാഗത്തിനും തങ്ങൾ വെള്ളം കുടിക്കേണ്ട സ്ഥലമേതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്കു നാം കാർമേഘം കൊണ്ട് തണലേകി മന്നായും സൽവായും ഇറക്കിക്കൊടുത്തു. നാം നിർദ്ദേശിച്ചു, നാം നിങ്ങൾക്ക് നൽകിയ ഉത്തമ പദാർത്ഥങ്ങളിൽ നിന്ന് തിന്നുകൊള്ളുക.
തങ്ങളുടെ ചെയ്തികളിലൂടെ അവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. അവരെ തന്നെയാണ് അവർ ദ്രോഹിച്ചുകൊണ്ടിരുന്നത്. وَإِذْ قِيلَ لَهُمُ اسْكُنُوا هَٰذِهِ الْقَرْيَةَ وَكُلُوا مِنْهَا حَيْثُ شِئْتُمْ وَقُولُوا حِطَّةٌ وَادْخُلُوا الْبَابَ سُجَّدًا نَّغْفِرْ لَكُمْ خَطِيئَاتِكُمْ سَنَزِيدُ الْمُحْسِنِينَ. അവരോടിങ്ങനെ പറഞ്ഞതോർക്കുക, നിങ്ങൾ ഈ പട്ടണത്തിൽ പാർക്കുകയും ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ളിടത്തുനിന്ന് തിന്നുകയും ചെയ്യുക. നിങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക. പട്ടണ കവാടത്തിലൂടെ സുജൂദ് ചെയ്യുന്നവരായി പ്രവേശിക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തുതരും. നല്ലവർക്ക് നാം കൂടുതൽ നൽകും. فَبَدَّلَ الَّذِينَ ظَلَمُوا مِنْهُمْ قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَرْسَلْنَا عَلَيْهِمْ رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَظْلِمُونَ. എന്നാൽ അവരോട് പറഞ്ഞതിനെ അവരിലെ അക്രമികൾ മാറ്റിമറിച്ചു. അങ്ങനെ അവർ അക്രമം കാണിച്ചു. തത്ഫലമായി നാം അവരുടെ മേൽ ഉപരിലോകത്തുനിന്ന് ശിക്ഷ അയച്ചു. وَاسْأَلْهُمْ عَنِ الْقَرْيَةِ الَّتِي كَانَتْ حَاضِرَةَ الْبَحْرِ إِذْ يَعْدُونَ فِي السَّبْتِ إِذْ تَأْتِيهِمْ حِيتَانُهُمْ يَوْمَ سَبْتِهِمْ شُرَّعًا وَيَوْمَ لَا يَسْبِتُونَ لَا تَأْتِيهِمْ كَذَلِكَ نَبْلُوهُمْ بِمَا كَانُوا يَفْسُقُونَ. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെപ്പറ്റി നീ ഇവരോടൊന്ന് ചോദിച്ചു നോക്കൂ. സാബത്ത് ദിനാചരണത്തിൽ അവർ അതിക്രമം കാണിച്ച കാര്യം. സാബത്ത് ദിനത്തിൽ അവർക്കാവശ്യമായ മത്സ്യങ്ങൾ ജലപ്പരപ്പിൽ അവരുടെ അടുത്ത് കൂട്ടമായി വന്നതും സാബത്ത് ആചരിക്കേണ്ടാത്ത ദിനങ്ങളിൽ അവ അവരുടെ അടുത്ത് വരാതിരുന്നതുമായ കാര്യം. അവർ അധർമ്മം പ്രവർത്തിച്ചിരുന്നതിനാൽ നാം അവരെ അവിധം പരീക്ഷിക്കുകയായിരുന്നു. وَإِذْ قَالَتْ أُمَّةٌ مِّنْهُمْ لِمَ تَعِظُونَ قَوْمًا اللَّهُ مُهْلِكُهُمْ أَوْ مُعَذِّبُهُمْ عَذَابًا شَدِيدًا قَالُوا مَعْذِرَةً إِلَى رَبِّكُمْ وَلَعَلَّهُمْ يَتَّقُونَ. അവരിൽ ഒരു വിഭാഗം ഇങ്ങനെ പറഞ്ഞതോർക്കുക, അല്ലാഹു നിശേഷം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാനിരിക്കുന്ന ജനത്തെ നിങ്ങൾ എന്തിന് ഉപദേശിക്കുന്നു? അവർ മറുപടി പറഞ്ഞു, നിങ്ങളുടെ നാഥന്റെ അടുത്ത് ഞങ്ങൾ ബാധ്യത നിറവേറ്റിയിട്ടുണ്ടെന്ന് ന്യായം ബോധിപ്പിക്കാൻ ഒരു വേള അവർ സൂക്ഷ്മതയുള്ളവരായേക്കാമല്ലോ. فَلَمَّا نَسُوا مَا ذُكِّرُوا بِهِ أَنجَيْنَا الَّذِينَ يَنْهَوْنَ عَنِ السُّوءِ وَأَخَذْنَا الَّذِينَ ظَلَمُوا بِعَذَابٍ بَئِيسٍ بِمَا كَانُوا يَفْسُقُونَ. അങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചിരുന്ന ഉപദേശം അവർ പൂർണ്ണമായും മറന്നപ്പോൾ തിന്മകൾ തടഞ്ഞിരുന്നവരെ നാം രക്ഷപ്പെടുത്തി. അതിക്രമം കാണിച്ചവരെയെല്ലാം അവരുടെ പാപവൃത്തികളുടെ പേരിൽ കൊടും ശിക്ഷയാൽ പിടികൂടുകയും ചെയ്തു. فَلَمَّا عَتَوْا عَمَّا نُهُوا عَنْهُ قُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ. അവരോട് വിലക്കിയിരുന്ന കാര്യങ്ങളിലെല്ലാം അവർ ധിക്കാരം കാണിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു,
നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരട്ടെ. وَإِذْ تَأَذَّنَ رَبُّكَ لَيَبْعَثَنَّ عَلَيْهِمْ إِلَى يَوْمِ الْقِيَامَةِ مَنْ يَسُومُهُمْ سُوءَ الْعَذَابِ إِنَّ رَبَّكَ لَسَرِيعُ الْعِقَابِ وَإِنَّهُ لَغَفُورٌ رَحِيمٌ. നിന്റെ നാഥൻ പ്രഖ്യാപിച്ചതോർക്കുക. അവരെ ക്രൂരമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ നേരെ അന്ത്യനാൾ വരെയും അവൻ നിയോഗിച്ചുകൊണ്ടിരിക്കും. നിന്റെ നാഥൻ വളരെ വേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്, ഒപ്പം ഏറെ പൊറുക്കുന്നവനും കരുണാമയനും. وَقَطَّعْنَاهُمْ فِي الْأَرْضِ أُمَمًا مِنْهُمُ الصَّالِحُونَ وَمِنْهُمْ دُونَ ذَلِكَ وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ لَعَلَّهُمْ يَرْجِعُونَ. ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അവരിൽ സജ്ജനങ്ങളുണ്ട്, നേരെ മറിച്ചുള്ളവരുമുണ്ട്. നാം അവരെ ഗുണദോഷങ്ങളാൽ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു വേള അവർ തിരിച്ചു വന്നെങ്കിലോ. فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون. പിന്നീട് അവർക്ക് പിറകെ അവരുടെ പിൻഗാമികളായി ഒരു വിഭാഗം വന്നു. അവർ വേദഗ്രന്ഥം അനന്തരമെടുത്തു. ഈ അധമലോകത്തിന്റെ വിഭവങ്ങളാണ് അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊക്കെ പുറത്തു കിട്ടുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഐഹിക വിഭവങ്ങൾ വീണ്ടും വന്നു കിട്ടിയാൽ അതവർ വാരിപ്പുണരും. അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാതൊന്നും പറയുകയില്ലെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് കരാർ വാങ്ങുകയും അതിലുള്ളത് അവർ പഠിച്ചറിയുകയും ചെയ്തിട്ടില്ലേ? പരലോക ഭവനമാണ് ഭക്തി പുലർത്തുന്നവർക്ക് ഉത്തമം. നിങ്ങൾ ആലോചിച്ചറിയുന്നില്ലേ? والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. അല്ലാഹുവിന്റെ ഗ്രന്ഥം മുറുകെ പിടിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും ചെയ്യുന്ന സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തുകയില്ല, തീർച്ച. وَإِذْ نَتَقْنَا الْجَبَلَ فَوْقَهُمْ كَأَنَّهُ ظُلَّةٌ وَظَنُّوا أَنَّهُ واقع بهم خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ഓർക്കുക, നാം അവർക്കു മീതെ മലയെ കുടയായി പിടിച്ചു. അത് തങ്ങളുടെ മേൽ വീഴുമെന്ന് അവർ കരുതി. അപ്പോൾ നാം പറഞ്ഞു, നാം നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുക, അതിലുള്ളത് ഓർക്കുകയും ചെയ്യുക. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ
تقولوا يوم القيامة إنا كنا عن هذا غافلين. നിന്റെ നാഥൻ ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും അവരുടെ മേൽ അവരെ തന്നെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം അവൻ ചോദിച്ചു, നിങ്ങളുടെ നാഥൻ ഞാനല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് അശ്രദ്ധരായിരുന്നുവെന്ന് നിങ്ങൾ പറയാതിരിക്കാനാണിത്. أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും പറയാതിരിക്കാനാണ്, വളരെ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്നു. അവർക്ക് ശേഷം വന്ന അവരുടെ പിന്മുറക്കാർ മാത്രമാണ് ഞങ്ങൾ. എന്നിട്ടും ആ ദുരാചാരികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുകയോ? وَكَذَلِكَ نُفَصِّلُ الْآيَاتِ وَلَعَلَّهُمْ يَرْجِعُونَ. ഇவ்விധം നാം തെളിവുകൾ വിശദമായി വിവരിച്ചു തരുന്നു. ഒരു വേള അവർ തിരിച്ചു വന്നെങ്കിലോ? وَاتْلُ عَلَيْهِمْ نَبَأَ الَّذِي آتَيْنَاهُ آيَاتِنَا فانسلخ منها فأتبعه الشيطان فكان من الغاوين. ആ ഒരുവന്റെ വിവരം നീ അവരെ വായിച്ചു കേൾപ്പിക്കുക. നാം അയാൾക്ക് നമ്മുടെ വചനങ്ങൾ നൽകി, എന്നിട്ടും അയാൾ അതിൽ നിന്നൊഴിഞ്ഞു മാറി. അപ്പോൾ പിശാച് അവന്റെ പിറകെ കൂടി. അങ്ങനെ അവൻ വഴികേടിലായി. وَلَوْ شِئْنَا لَرَفَعْنَاهُ بِهَا وَلَكِنَّهُ أَخْلَدَ إِلَى الْأَرْضِ وَاتَّبَعَ هَوَاهُ فَمَثَلُهُ كَمَثَلِ الْكَلْبِ إِن تَحْمِلْ عَلَيْهِ يَلْهَثْ أَوْ تَتْرُكْهُ يَلْهَث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. നാം ഇച്ഛിച്ചിരുന്നെങ്കിൽ ആ വചനങ്ങളിലൂടെ തന്നെ നാം അവനെ ഉന്നതിയിലേക്ക് നയിക്കുമായിരുന്നു. പക്ഷേ അയാൾ ഭൂമിയോട് ഒട്ടിച്ചേർന്ന് തന്നിഷ്ടത്തെ പിൻപറ്റുകയാണുണ്ടായത്. അതിനാൽ അയാളുടെ ഉപമ ഒരു നായയുടേതാണ്. നീ അതിനെ ദ്രോഹിച്ചാൽ അത് നാക്ക് തൂക്കിയിടും, നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് നീട്ടിയിടും. നമ്മുടെ വചനങ്ങളെ കള്ളമാക്കിയ ജനത്തിന്റെ ഉദാഹരണവും ഇതുതന്നെ. അതിനാൽ അവർക്ക് ഇക്കഥയൊന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഒരു വേള അവർ ചിന്തിച്ചെങ്കിലോ? ساء مثلا القوم الذين كذبوا بآياتنا وأنفسهم كانوا يظلمون. നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും തങ്ങൾക്കു തന്നെ ദ്രോഹം വരുത്തിവെക്കുകയും ചെയ്യുന്നവരുടെ ഉപമ വളരെ ചീത്ത തന്നെ. من يهد الله فهو المهتدي ومن يضلل فأولئك هم الخاسرون. അല്ലാഹു നന്മയിലേക്ക് നയിക്കുന്നവർ മാത്രമാണ് നേർവഴി പ്രാപിച്ചവർ. അവൻ ദുർമാർഗത്തിലാക്കുന്നവർ നഷ്ടം പറ്റിയവരാണ്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أولئك كالأنعام بل هم أضل أولئك هم الغافلون.
ജിന്നുകളിലും മനുഷ്യരിലും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുപയോഗിച്ച് അവർ പഠിക്കുന്നില്ല. കണ്ണുകളുണ്ട്, അതുകൊണ്ട് കണ്ടറിയുന്നില്ല. കാതുകളുണ്ട്, അതുപയോഗിച്ച് കേട്ട് മനസ്സിലാക്കുന്നില്ല. അവർ നാൽക്കാലികളെപ്പോലെയാണ്, എന്നല്ല, അവരാണ് പിഴച്ചവർ. അവർ തന്നെയാണ് ഒരു ശ്രദ്ധയുമില്ലാത്തവർ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന് അത്യുത്കൃഷ്ടമായ അനേകം നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ തന്നെ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അവന്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരെ അവഗണിക്കുക. സംശയം വേണ്ട, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. وَمِمَّنْ خَلَقْنَا أُمَّةٌ يَهْدُونَ بِالْحَقِّ وَبِهِ يَعْدِلُونَ. നമ്മുടെ സൃഷ്ടികളിൽ ജനത്തെ സത്യപാതയിൽ നയിക്കുകയും സത്യനിഷ്ഠയോടെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. وَالَّذِينَ كَذَّبُوا بِآيَاتِنَا سَنَسْتَدْرِجُهُم مِّنْ حَيْثُ لَا يَعْلَمُونَ. എന്നാൽ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുന്നവരെ അവരറിയാതെ നാം ക്രമേണ പിടികൂടും. وَأُمْلِي لَهُمْ إِنَّ كَيْدِي مَتِينٌ. നാം അവർക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയുക, തീർച്ചയായും നമ്മുടെ തന്ത്രം ഭദ്രം തന്നെ. أَوَلَمْ يَتَفَكَّرُوا مَا بِصَاحِبِهِم مِّن جِنَّةٍ إِنْ هُوَ إِلَّا نَذِيرٌ مُبِينٌ. ഇക്കൂട്ടർ ആലോചിച്ചറിഞ്ഞിട്ടില്ലേ തങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്തൊന്നുമില്ലെന്ന്? അദ്ദേഹം തെളിഞ്ഞ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. أَوَلَمْ يَنظُرُوا فِي مَلَكُوتِ السَّمَاوَاتِ وَالْأَرْضِ وَمَا خَلَقَ اللَّهُ مِن شَيْءٍ وَأَنْ عَسَى أَن يَكُونَ قَدِ اقْتَرَبَ أَجَلُهُمْ فَبِأَيِّ حَدِيثٍ بَعْدَهُ يُؤْمِنُونَ. ആകാശഭൂമികളുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് അവർ അല്പവും ആലോചിച്ചു നോക്കിയിട്ടില്ലേ? അല്ലാഹു സൃഷ്ടിച്ച ഒന്നിനെക്കുറിച്ചും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അവരുടെ ജീവിതാവധി അടുത്തെത്തിയിരിക്കാമെന്നതിനെപ്പറ്റിയും. ഇനി ഈ ഖുർആനിനു ശേഷം അതല്ലാത്ത ഏതൊരു സന്ദേശത്തിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്? من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون. അല്ലാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലാക്കുന്ന ആരുമില്ല. അവനവരെ തങ്ങളുടെ അതിക്രമത്തിൽ അന്ധമായി വിഹരിക്കാൻ വിട്ടിരിക്കുകയാണ്. يسألونك عن الساعة أيان مرساها قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون. ആ അന്ത്യനിമിഷത്തെപ്പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു, അതെപ്പോഴാണ് വന്നെത്തുക എന്ന്. പറയുക, അതേക്കുറിച്ച് അറിവ് എന്റെ നാഥന്റെ വശം മാത്രമേയുള്ളൂ. യഥാസമയം അവനാണത് വെളിപ്പെടുത്തുക. ആകാശഭൂമികളിൽ അതുണ്ടാക്കുന്ന ആഘാതം വളരെ കടുത്തതായിരിക്കും. തീർത്തും യാദൃശ്ചികമായാണ് അത് നിങ്ങളിൽ വന്നെത്തുക. നീ അതേക്കുറിച്ച്
ചുഴിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞവനാണെന്ന പോലെ അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതേക്കുറിച്ച് അറിവ് അല്ലാഹുവിങ്കൽ മാത്രമേയുള്ളൂ. എങ്കിലും ഏറെ പേരും ഇതൊന്നും അറിയുന്നില്ല. ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാഅ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. പറയുക, ഞാൻ എനിക്ക് തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ കഴിയാത്തവനാണ്. അല്ലാഹു ഇച്ഛിച്ചത് മാത്രം നടക്കുന്നു. എനിക്ക് അഭൗതിക കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ എനിക്കു തന്നെ അളവറ്റ നേട്ടങ്ങൾ കൈവരുത്തുമായിരുന്നു. ദോഷങ്ങൾ എന്നെ ഒട്ടും ബാധിക്കുമായിരുന്നുമില്ല. എന്നാൽ ഞാനൊരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, വിശ്വസിക്കുന്ന ജനത്തിന് ശുഭവാർത്ത അറിയിക്കുന്നവനും. هو الذي خلقكم من نفس واحدة وجعل منها زوجها ليسكن إليها فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെയും സൃഷ്ടിച്ചു. ആ ഇണയോടൊത്ത് നിർവൃതി നുകരാൻ അവൻ അവളെ പുണർന്നു. അങ്ങനെ അവൾ ഗർഭത്തിന്റെ ലഘുവായ ഭാരം വഹിച്ചു. അവൾ അതും ചുമന്നു നടന്നു. പിന്നീട് അതവൾക്ക് ഭാരമായപ്പോൾ അവരിരുവരും തങ്ങളുടെ നാഥനായ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ നല്ലൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. അങ്ങനെ അല്ലാഹു അവർക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. അപ്പോൾ അവൻ അവർക്ക് നൽകിയതിൽ അവർ അല്ലാഹുവിന് പങ്കുകാരെ സങ്കൽപ്പിച്ചു. എന്നാൽ അവർ സങ്കൽപ്പിക്കുന്ന പങ്കാളികളിൽ നിന്നെല്ലാം അതീതനും ഉന്നതനുമാണ് അല്ലാഹു. അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. ഒന്നും പടച്ചുണ്ടാക്കാത്തവരെയാണോ അവർ അവനിൽ പങ്കാളികളാക്കുന്നത്? അവർ തന്നെയും അല്ലാഹുവാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ولا يستطيعون لهم نصرا ولا أنفسهم ينصرون. ഇവർക്കൊരു സഹായവും ചെയ്യാൻ അവർക്കാവില്ല. എന്തിനേറെ തങ്ങളെ തന്നെ സഹായിക്കാനും അവർക്ക് സാധ്യമല്ല. وإن تدعوهم إلى الهدى لا يتبعوكم سواء عليكم أدعوتموهم أم أنتم صامتون. നിങ്ങൾ ഇവരെ നേർവഴിയിലേക്ക് ക്ഷണിച്ചാൽ ഉറപ്പായും ഇവർ നിങ്ങളെ പിൻപറ്റുകയില്ല. നിങ്ങൾ ഇവരെ ക്ഷണിക്കുന്നതും വെറുതെ മൗനം അവലംബിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുകും ഫദ്ഊഹും ഫൽയസ്തജീബൂ ലകും ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലുള്ള അടിമകൾ മാത്രമാണ്. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾക്കവർ ഉത്തരം നൽകട്ടെ, നിങ്ങൾ സത്യവാദികളെങ്കിൽ. അലഹും അർജുലുൻ യംശൂന ബിഹാ
أم لهم أيدي يبطشون بها أم لهم أعين يبصرون بها أم لهم آذان يسمعون بها قل ادعوا شركاءكم ثم كيدون فلا تنظرون. അവർക്ക് കാലുകളുണ്ടോ നടക്കാൻ, കൈകളുണ്ടോ പിടിക്കാൻ, കണ്ണുകളുണ്ടോ കാണാൻ, കാതുകളുണ്ടോ കേൾക്കാൻ? പറയുക, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ, എന്നിട്ട് എനിക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിക്കൂ. എനിക്കൊട്ടും അവധി അനുവദിക്കേണ്ടതില്ല. ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ് സ്വാലിഹീൻ. ഈ വേദഗ്രന്ഥമിറക്കിയ അല്ലാഹുവാണ് എന്റെ രക്ഷകൻ, അവൻ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നു. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസ്റകും വലാ അൻഫുസഹും യൻസുറൂൻ. അവനെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല, തങ്ങളെ തന്നെ സഹായിക്കാൻ അവർക്കാവില്ല. വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ലാ യസ്മഊ വതറാഹും യൻദുറൂന ഇലൈക വഹും ലാ യുബ്സിറൂൻ. നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അതവർ കേൾക്കുക പോലുമില്ല. അവർ നിന്റെ നേരെ നോക്കുന്നതായി നിനക്കു കാണാം, ഫലത്തിലോ അവരൊന്നും കാണുന്നില്ല. ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്റിദ് അനിൽ ജാഹിലീൻ. നീ വിട്ടുവീഴ്ച കാണിക്കുക, നല്ലത് കൽപ്പിക്കുക, അവിവേകികളെ അവഗണിക്കുക. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവും നിനക്കുണ്ടാവുകയാണെങ്കിൽ നീ അല്ലാഹുവിൽ ശരണം തേടുക. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ദൈവഭക്തർക്ക് പിശാചിൽ നിന്നുള്ള വല്ല ദുർബോധനവുമുണ്ടായാൽ പെട്ടെന്നു തന്നെ അവർ അതേക്കുറിച്ച് ബോധവാന്മാരായിത്തീരുന്നു. അപ്പോഴവർ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ളവരായി മാറും. വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യി സുമ്മ ലാ യുഖ്സിറൂൻ. എന്നാൽ തങ്ങളുടെ സഹോദരന്മാരെ പിശാചുക്കൾ ദുർമാർഗത്തിലൂടെ വിഹരിക്കാൻ വിടുന്നു, പിന്നെ അവരതിലൊട്ടും കുറവ് വരുത്തുകയില്ല. വഇദാ ലം തഅതിഹിം ബിആയതിൻ ഖാലൂ ലൗലാ ജതബൈതഹാ ഖുൽ ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ മിർ റബ്ബി ഹാദാ ബസായിറു മിർ റബ്ബികും വഹുദൻ വറഹ്മത്തുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. നീ ഈ ജനത്തിന് ഒരു ദിവ്യാത്ഭുതവും കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ പറയും, നിനക്ക് സ്വയം തന്നെ ഒരു ദൃഷ്ടാന്തം തിരഞ്ഞെടുത്തുകൂടെ? പറയുക, എനിക്കെന്റെ നാഥനിൽ നിന്ന് വഹിയായി കിട്ടുന്ന സന്ദേശം പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള വ്യക്തമായ വചനങ്ങളാണ്. ഒപ്പം വിശ്വസിക്കുന്ന ജനത്തിന് മാർഗദർശനവും അനുഗ്രഹവുമാണ്. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ
നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം. واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. നീ നിന്റെ നാഥനെ രാവിലെയും വൈകുന്നേരവും മനസ്സിൽ സ്മരിക്കുക. അത് വിനയത്തോടെയും ഭയത്തോടെയുമാവണം. വാക്കുകൾ ഉറക്കെയാവാതെയും. നീ അതിൽ അശ്രദ്ധ കാണിക്കുന്നവനാകരുത്. ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. നിന്റെ നാഥന്റെ അടുത്തുള്ളവർ അവനെ വണങ്ങുന്ന കാര്യത്തിൽ ഒരിക്കലും അഹങ്കരിക്കാറില്ല. അവർ അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുന്നു, അവന് സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. അധ്യായം 8. അൽ അൻഫാൽ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 75. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യസ്അലൂനക അനിൽ അൻഫാൽ ഖുലിൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹൂ ദാത ബൈനികും വഅതീഉ അല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. യുദ്ധമുതലുകളെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, യുദ്ധമുതലുകൾ അല്ലാഹുവിനും അവന്റെ ദൂതനുമുള്ളതാണ്. അതിനാൽ നിങ്ങൾ ദൈവഭക്തരാവുക. നിങ്ങൾ പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുക. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. അല്ലാഹുവിന്റെ പേർ കേൾക്കുമ്പോൾ ഹൃദയം ഭയചകിതമാകുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ. അവന്റെ വചനങ്ങൾ വായിച്ചു കേട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും. അവർ എല്ലാം തങ്ങളുടെ നാഥനിൽ സമർപ്പിക്കും. الذين يقيمون الصلاة ومما رزقناهم ينفقون. അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരാണ്, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് ഉന്നത സ്ഥാനമുണ്ട്, പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട്. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. ന്യായമായ കാരണത്താൽ നിന്റെ നാഥൻ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുപോയ പോലെയാണിത്. വിശ്വാസികളിൽ ഒരു വിഭാഗം അതിഷ്ടപ്പെട്ടിരുന്നില്ല. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. സത്യം നന്നായി ബോധ്യമായിട്ടും അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. നോക്കി നിൽക്കെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെയായിരുന്നു അവരുടെ അവസ്ഥ. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ
طائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. ബദറിലെ രണ്ട് സംഘങ്ങളിൽ ഒന്നിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാമെന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം. ആയുധമില്ലാത്ത സംഘത്തെ നിങ്ങൾക്ക് കിട്ടണമെന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചത് തന്റെ കൽപ്പനകൾ വഴി സത്യത്തെ സത്യമായി സ്ഥാപിക്കാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയാനുമാണ്. ليحق الحق ويبطل الباطل ولو كره المجرمون. സത്യം സ്ഥാപിക്കാനും അസത്യത്തെ തൂത്തെറിയാനുമായിരുന്നു അത്. പാപികൾ അത് എത്രയേറെ വെറുക്കുന്നുവെങ്കിലും. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായം തേടിയ സന്ദർഭം. അപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകി, 1000 മലക്കുകളെ തുടരെ നിയോഗിച്ച് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന്. وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. അല്ലാഹു ഇത് പറഞ്ഞത് നിങ്ങൾക്കൊരു സന്തോഷവാർത്തയായിട്ടാണ്, അതിലൂടെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാനും. യഥാർത്ഥ സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. അല്ലാഹു തന്നിൽ നിന്നുള്ള നിർഭയത്വം നൽകി മയക്കമേകുകയും മാനത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരികയും ചെയ്ത സന്ദർഭം നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളിൽ നിന്ന് പൈശാചികമായ മ്ലേച്ഛത നീക്കിക്കളയാനുമായിരുന്നു അത്. ഒപ്പം നിങ്ങളുടെ മനസ്സുകളെ ഭദ്രമാക്കാനും കാലുകൾ ഉറപ്പിച്ചു നിർത്താനും. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. നിന്റെ നാഥൻ മലക്കുകൾക്ക് ബോധനം നൽകിയ സന്ദർഭം. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭീതിയുളവാക്കും. അതിനാൽ അവരുടെ കഴുത്തുകൾക്ക് മീതെ വെട്ടുക, അവരുടെ എല്ലാ വിരലുകളും വെട്ടിമാറ്റുക. ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. അവർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ശത്രുതയോട് എതിർത്തതിനാലാണിത്. ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ ദൂതനോടും ശത്രുത പുലർത്തുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ذلكم فذوقوه وأن للكافرين عذاب النار. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. അതിനാൽ നിങ്ങളതനുഭവിച്ചു കൊള്ളുക. അറിയുക, സത്യനിഷേധികൾക്ക് കഠിനമായ നരകശിക്ഷയുമുണ്ട്. يا أيها الذين آمنوا
إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار. വിശ്വസിച്ചവരെ, സത്യനിഷേധികളുടെ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير. യുദ്ധതന്ത്രമെന്ന നിലയിൽ സ്ഥലം മാറുന്നതിനോ സ്വന്തം സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ ആരെങ്കിലും യുദ്ധരംഗത്തു നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കോപത്തിനിരയാകും. അവൻ ചെന്നെത്തുന്നത് നരകത്തീയിലായിരിക്കും. അതെത്ര ചീത്ത സങ്കേതം. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. സത്യത്തിൽ അവരെ വധിച്ചത് നിങ്ങളല്ല, അല്ലാഹുവാണ്. നീ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, അല്ലാഹുവാണ്. മഹത്തായ ഒരു പരീക്ഷണത്തിലൂടെ അല്ലാഹു സത്യവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനാണിത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ذلكم وأن الله موهن كيد الكافرين. അതാണ് നിങ്ങളോടുള്ള നിലപാട്, സംശയമില്ല. സത്യനിഷേധികളുടെ തന്ത്രത്തെ ദുർബലമാക്കുന്നവനാണ് അല്ലാഹു. إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين. നിങ്ങൾ വിജയമാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ആ വിജയമിതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. അഥവാ നിങ്ങൾ അതിക്രമത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. നിങ്ങൾ അതാവർത്തിക്കുകയാണെങ്കിൽ നാമും അതാവർത്തിക്കും. നിങ്ങളുടെ സംഘബലം എത്ര വലുതായാലും അത് നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. അല്ലാഹു സത്യവിശ്വാസികൾക്കൊപ്പമാണ് തീർച്ച. يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുക. അദ്ദേഹത്തിൽ നിന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞു പോകരുത്. ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. ഒന്നും കേൾക്കാതെ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നവരെ പോലെയുമാവരുത് നിങ്ങൾ. إن شر الدواب عند الله الصم البكم الذين لا يعقلون. തീർച്ചയായും അല്ലാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ ഒന്നും ചിന്തിച്ചു മനസ്സിലാക്കാത്ത ഊമകളും ബധിരരുമാണ്. ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون. അവരിൽ എന്തെങ്കിലും നന്മയുള്ളതായി അല്ലാഹു മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ അവരെ കാര്യം കേട്ടറിയുന്നവരാക്കുമായിരുന്നു. എന്നാൽ അവരിൽ നന്മ ഒട്ടും ഇല്ലാത്തതിനാൽ അവൻ കേൾപ്പിച്ചാൽ പോലും അവരത് അവഗണിച്ച് തിരിഞ്ഞു പോകുമായിരുന്നു.
يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. വിശ്വസിച്ചവരെ, നിങ്ങളെ ജീവസുറ്റവരാക്കുന്ന ഒന്നിലേക്ക് വിളിക്കുമ്പോൾ അല്ലാഹുവിനും അവന്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകുക. മനുഷ്യനും അവന്റെ മനസ്സിനുമിടയിൽ അല്ലാഹു ഉണ്ട്. അവസാനം അവന്റെ അടുത്തേക്കാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്ന الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. വിപത്ത് വരുന്നത് കരുതിയിരിക്കുക. അത് ബാധിക്കുക നിങ്ങളിലെ അതിക്രമികളെ മാത്രമല്ല, അറിയുക കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു. വദ്കുറൂ ഇദ് അൻതും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർദി تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. ഓർക്കുക, നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്ന കാലം ഭൂമിയിൽ നിങ്ങളന്ന് നന്നേ ദുർബലരായാണ് കരുതപ്പെട്ടിരുന്നത്. ആളുകൾ നിങ്ങളെ റാഞ്ചിയെടുത്തേക്കുമോ എന്ന് പോലും നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് അഭയമേകി, തന്റെ സഹായത്താൽ നിങ്ങളെ പ്രബലരാക്കി, നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവങ്ങൾ നൽകി. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ചതിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ ബോധപൂർവം വഞ്ചന കാണിക്കരുത്. أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. അറിയുക, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണോപാധികൾ മാത്രമാണ്. അല്ലാഹുവിങ്കലാണ് അതിമഹത്തായ പ്രതിഫലമുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എങ്കിൽ അവൻ നിങ്ങൾക്ക് സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള കഴിവ് നൽകും. നിങ്ങളുടെ തിന്മകൾ മായ്ച്ചുകളയും, നിങ്ങൾക്ക് മാപ്പേക്കുകയും ചെയ്യും. അല്ലാഹു അതിമഹത്തായ അനുഗ്രഹമുള്ളവനാണ്. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. നിന്നെ തടവിലാക്കാനോ കൊന്നുകളയാനോ നാടുകടത്താനോ സത്യനിഷേധികൾ നിനക്കെതിരെ തന്ത്രം മെനഞ്ഞ സന്ദർഭം. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അല്ലാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മികവുറ്റവൻ അല്ലാഹു തന്നെ. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قَالُوا قَدْ سَمِعْنَا
قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചാൽ അവർ പറയും, ഇതൊക്കെ ഞങ്ങൾ എത്രയോ കേട്ടതാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഇത് പൂർവികരുടെ പഴംപുരാണങ്ങളല്ലാതൊന്നുമല്ല. وَإِذْ قَالُوا اللَّهُمَّ إِن كَانَ هَذَا هُوَ الْحَقَّ مِنْ عِندِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ ائْتِنَا بِعَذَابٍ أَلِيمٍ. അവർ ഇങ്ങനെ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. അല്ലാഹുവേ, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യം തന്നെയാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ മാനത്തുനിന്ന് കല്ല് വീഴ്ത്തുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ വരുത്തുക. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. എന്നാൽ നീ അവർക്കിടയിലുണ്ടായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അവർ പാപമോചനം തേടുമ്പോഴും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. وَمَا لَهُمْ أَلَّا يُعَذِّبَهُمُ اللَّهُ وَهُمْ يَصُدُّونَ عَنِ الْمَسْجِدِ الْحَرَامِ وَمَا كَانُوا أَوْلِيَاءَهُ إِنْ أَوْلِيَاؤُهُ إِلَّا الْمُتَّقُونَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. എന്നാൽ ഇപ്പോൾ എന്തിന് അല്ലാഹു അവരെ ശിക്ഷിക്കാതിരിക്കണം? അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് വിശ്വാസികളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരാണെങ്കിൽ അതിന്റെ മേൽനോട്ടത്തിന് അർഹരല്ല താനും. ദൈവഭക്തന്മാരല്ലാതെ അതിന്റെ കൈകാര്യകർത്താക്കളാകാവതല്ല. എങ്കിലും അവരിലേറെ പേരും അതറിയുന്നില്ല. وَمَا كَانَ صَلَاتُهُمْ عِندَ الْبَيْتِ إِلَّا مُكَاءً وَتَصْدِيَةً فَذُوقُوا الْعَذَابَ بِمَا كُنْتُمْ تَكْفُرُونَ. ആ കഅബത്തിങ്കൽ അവരുടെ പ്രാർത്ഥന വെറും ചൂളം വിളിയും കൈകൊട്ടുമല്ലാതൊന്നുമല്ല. അതിനാൽ നിങ്ങൾ സത്യനിഷേധം സ്വീകരിച്ചതിന്റെ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ് فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. സത്യനിഷേധികൾ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നത് തീർച്ചയായും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാനാണ്. ഇനിയും അവരത് ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അതവരുടെ തന്നെ ഖേദത്തിന് കാരണമായിത്തീരും. അങ്ങനെ അവർ തീർത്തും പരാജിതരാവും. ഒടുവിൽ ഈ സത്യനിഷേധികളെ നരകത്തീയിൽ ഒരുമിച്ചു കൂട്ടും. ലിയമീസ അല്ലാഹുൽ ഖബീസ മിനത്ത്-ത്വയ്യിബ വയജഅലൽ ഖബീസ ബഅ്ദഹു അലാ ബഅ്ദിൻ ഫയർകുമഹു ജമീഅൻ ഫയജഅലഹു ഫീ ജഹന്നം ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹു നന്മയിൽ നിന്ന് തിന്മയെ വേർതിരിച്ചെടുക്കും. പിന്നെ സകല തിന്മകളെയും പരസ്പരം കൂട്ടിച്ചേർത്ത് കൂമ്പാരമാക്കും. അങ്ങനെ അതിനെ നരകത്തീയിൽ തള്ളിയിടും. സത്യത്തിൽ അക്കൂട്ടർ തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർ. ഖുൽ ലില്ലദീന കഫറൂ ഇൻ യൻതഹൂ യുഗ്ഫർ ലഹും
ما قد سلف وإن يعودوا فقد مضت سنة الأولين. സത്യനിഷേധികളോട് പറയുക, ഇനിയെങ്കിലും അവർ വിരമിക്കുകയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതൊക്കെ അവർക്ക് പുറത്തു കൊടുക്കും. അഥവാ അവർ പഴയത് ആവർത്തിക്കുകയാണെങ്കിൽ അവർ ഓർക്കട്ടെ, പൂർവികരുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ നടപടിക്രമം നടന്നു കഴിഞ്ഞതാണല്ലോ. وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير. കുഴപ്പം ഇല്ലാതാവുകയും വിധേയത്വം പൂർണ്ണമായും അല്ലാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. അവർ വിരമിക്കുകയാണെങ്കിലോ അവർ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وَإِن تَوَلَّوْا فَاعْلَمُوا أَنَّ اللَّهَ مَوْلَاكُمْ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ. അഥവാ അവർ നിരാകരിക്കുകയാണെങ്കിൽ അറിയുക, തീർച്ചയായും നിങ്ങളുടെ രക്ഷകൻ അല്ലാഹുവാണ്. അവൻ വളരെ നല്ല രക്ഷകനും സഹായിയുമാണ്.